കർണാടക മോഡൽ അത് പറയുന്നതിന് ലജ്ജിക്കണ്ട. പല മോഡലുകളൂടെ ഉണ്ടാക്കി കോൺഗ്രസിന് ഇതുണ്ട്. അല്ലാതെ ഒരാൾ തന്നെ 5 വർഷം ഭരിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അസംതൃപ്തനായ ഒരു രമേശിനേക്കാൾ നല്ലത് 2.5 വർഷം മുഖ്യമന്ത്രി സ്ഥാനം ഇവർ പങ്കിടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ അറിവ് തിരുത്തണം. MLA മാർ കൂടുതൽ KC വേണുഗോപാലിന്റെ പക്ഷത്താണ്. കറക്റ്റ്. അത് വസ്തുതയാണ്. ഇത് യാഥാർത്ഥ്യങ്ങൾ കാണാതിരുന്നുകൂടാ. തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന അതിലുണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെയാണ് ശ്രീമാധവൻകുട്ടി വേറൊരു കാര്യം കൂടെ അതിനകത്ത് പ്രധാനമാണ്. അതായത് KC ഇപ്പോൾ VD സതീശനെയാണ് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് ഉയർത്തി കാണിക്കുന്നതെങ്കിൽ പിന്നെ KCക്ക് ചാൻസ് ഇല്ല. ഇപ്പം 3 വർഷം കഴിയുമ്പോൾ 1 India 1 election എന്നൊരു സാധ്യത വരികയാണെങ്കിൽ ഈ 3 വർഷം കഴിയുമ്പോൾ KCക്ക് പിന്നിലോ പിണറായി വിജയൻ പിന്നിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത കാര്യങ്ങളാണ്. പിന്നിൽ പിണറായി വിജയൻ പിന്നിൽ നമ്മൾ പറഞ്ഞു വലിയ പ്രശ്നം. നമുക്ക് ആരെങ്കിലും വല്ല അവാർഡ് തരുമോ? ഈ പറഞ്ഞ ആളുകൾ അധികം കാണാത്ത ഈ ചാനലിൽ ഇരുന്ന് ഇതൊക്കെ പറഞ്ഞത് നമ്മള് പോവാൻ നേരത്തെ ഒരു പൊന്നാട ആരെങ്കിലും തരണം. ക്യാമറാമാനും പ്രതീക്ഷിച്ചല്ലാത്തതുകൊണ്ട് പേടിക്കാറില്ല. പ്രവചനം ശരിയാകുന്ന സ്ഥിതിക്ക് മാധവൻകുട്ടി സാറിന് പോകാൻ വരുന്നത് നമുക്കൊരു പൊന്നാട. കാരണം പിണറായി വിജയൻ പിന്നിലാണെന്ന് നേരത്തെ പ്രവചിച്ചു. UDF മുന്നിലെത്തുമെന്ന്. 92 സീറ്റ് UDF. ഈ സതീശൻ പറഞ്ഞ അതായത് 90 മുകളിലേക്ക് സീറ്റ് എണ്ണം കൂടും തോറും സതീശന്റെ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാണ്. അതാണ് കൃത്യം. അതാണ് നമ്മൾ പറയേണ്ടതും താല്പര്യമുള്ളവരോട്. കോൺഗ്രസിന് ചെറിയ വിജയമാണെങ്കിൽ രമേശ് ചെന്നിത്തല, വലിയ വിജയമാണെങ്കിൽ നിസ്സംശയം ഞാൻ ഈ പറഞ്ഞ KC വേണുഗോപാൽ 1 India 1 election വരുന്നു. KC വേണുഗോപാൽ ഏത് കോൺഗ്രസ് നേതാവിനും കേരളത്തിൽ മുഖ്യമന്ത്രിയാകുക എന്നുള്ളത് ഒരു മലയാളിയുടെ സ്വപ്നമാണ്. സ്വാഭാവികം. ഇങ്ങനെ കോൺഗ്രസ്സുകാരല്ലാത്തവരുണ്ട്. മലയാളിയുടെ സ്വപ്നം അതിന് മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡന്റിലും ആയാൽ മതി. അതെ, സ്ഥാനം കോൺഗ്രസിന്റെ പ്രധാന പ്രശ്നം. തീർച്ചയായിട്ടും വലിയ കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഈ VD സതീശനെ കൊടുത്തുകൊണ്ട് ഇല്ലാതാക്കുവോ KC വേണുഗോപാൽ? 3 വർഷം കഴിഞ്ഞ് 1 India 1 election വരികയാണ്. ആലപ്പുഴ മത്സരിക്കാതിരിക്കാം. പക്ഷെ അപ്പോഴും സതീശന്റെ പ്രകടനം നിർണായകമാവില്ലേ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്? പിന്നെ മുഖ്യമന്ത്രിയാവുന്ന സതീശൻ വേറൊരു കാറ്റഗറിയാണ്. ഇതിങ്ങനെ നമ്മൾ ഇതുവരെ പറയുന്ന വിധത്തിലുള്ള സതീശൻ നല്ലപോലെ നല്ല കരുത്തനായ മുഖ്യമന്ത്രി ആയിരിക്കാം. അത് നമുക്ക് അറിഞ്ഞുകൂടാ. കോൺഗ്രസിന്റെ സ്വഭാവം അനുസരിച്ച് ഒരു കാര്യമുണ്ട് സതീശന് ഞാൻ മനസ്സിലാക്കിയത്. കണിച്ചുകുളങ്ങരയുടെ തിണ്ണ നിരങ്ങില്ല, പെരുന്നയുടെ തിണ്ണ നിരങ്ങില്ല, അരമനകളുടെ തിണ്ണ നിരങ്ങില്ല. അത് വലിയ കാര്യമാണ് കേരളം. പണ്ട് AK ആന്റണി കൂടെ നിൽക്കുന്നവരുടെ ഒപ്പം നിൽക്കുകയും ചെയ്യും. കൂടെ നിൽക്കുന്നവരോടൊപ്പം ഇടയ്ക്ക് ഇട്ടിട്ട് പോകില്ല. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ഗൗരിയുടെ അറിവുണ്ട്. ഗൗരി, ഞാൻ ഹൈക്കമാൻഡിൽ ഇപ്പൊ AK ഇല്ല, AK ആന്റണി ഇല്ല. ഈ AK ആന്റണിയുടെ അഭിപ്രായം രാഹുൽ ചോദിക്കില്ലേ? ഇതാരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളതിനെ കുറിച്ച് തോന്നുന്നില്ല കേട്ടോ. കാരണം ആ കാലം കഴിഞ്ഞു. AK ആന്റണി എന്താ പറയുക, ഒരു വളരെ ഇതായിട്ടുള്ള കാരണം വെച്ചാൽ കേരളത്തിലെ ഈ ഒരു തീരുമാനത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും അദ്ദേഹത്തിന് സാന്നിധ്യമില്ലായിരുന്നു. മാത്രമല്ല സ്വന്തം മകൻ BJPയിലേക്ക് പോയതോടെ ക്രെഡിബിലിറ്റി അതൊരു വലിയ കാര്യമാണ്. മാത്രമല്ല അദ്ദേഹം തെരഞ്ഞെടുപ്പിനകത്ത് ഇപ്പോൾ പറഞ്ഞത് പിണറായി ഭരണം അവസാനിക്കും എന്നൊക്കെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ പ്രത്യേകിച്ചൊന്നും സുഹൃത്താണ്, തുരപ്പൻപണിയുടെ ആളാണ്. കാലം കഴിഞ്ഞു, കേൾക്കണ്ട കാലം കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ ആളുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കും. പാവം ചെറിയാൻ ഫിലിപ്പ് ചെറിയാൻ സീറ്റ് കിട്ടിയില്ല. എന്തെങ്കിലും ഇത്തവണയായിരുന്നു ചെറിയാനൊരു ചാൻസ് ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ കൂട്ടുകാരൻ CP ജോൺ ചിലപ്പോ ജയിച്ചേക്കും. കാലമായി ഒരു കാരണം UDFന്റെ നമ്മൾ കഴിഞ്ഞ 5-10 വർഷക്കാലം എടുത്തു കഴിഞ്ഞാൽ UDF യോഗങ്ങളിൽ ഒരു നിർണായകമായ ആശയപരമായ ഇടപെടൽ നടത്തിയ മനുഷ്യൻ CP ജോണാണ്. പലപ്പോഴും അതിനൊരു ഗൈഡൻസ് കൊടുത്തത് CP ജോണാണ്. യോഗങ്ങളിൽ മാത്രമല്ല, ഒരു ഗൗരവകരമായ UDF സെമിനാറിൽ UDFനെ റെപ്രസെന്റ് ചെയ്യാൻ
ജോണേ ഉള്ളൂ പ്ലാനിംഗ് ബോർഡിലും ഹി വർക്ക് പിന്നെ he was really good. അല്ല ചന്ദ്രശേഖരനുമായിട്ട് മാധവൻകുട്ടി അവിടെ ശ്രദ്ധിക്കണം. തഹലിയ മുന്നിൽ അല്ല മാധവൻകുട്ടി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ തേരോട്ടം കഴിഞ്ഞിട്ടാണ് ജോൺ അവിടെ വരുന്നത്. ജോൺ പക്ഷേ ജനകീയ ആസൂത്രണത്തെ തിരിച്ചിട്ടില്ല, അതിനെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടെയും യാഥാർത്ഥ്യ തിരിച്ചു പോയത് കൊണ്ട് ഐസക്കാണ്, തിരിച്ചു കൊണ്ടുപോയത് ഐസക്കാണ്. എവിടെ വികേന്ദ്രീകരണ ആസൂത്രണം കേരളത്തിൽ തീർന്നില്ല, എന്നേ തീർന്നു, ഒന്നുമില്ല. അപ്പോഴിത് വരുന്നത് 94 സീറ്റ്. അപ്പൊ സതീശന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമോ? സതീശനിലേക്ക് തന്നെ എത്തും അജിത്ത്. സാമാന്യ വിജയമോ ഇടിവെട്ട് വിജയമോ എന്നായിരിക്കുന്നത് രണ്ടിലും. അപ്പോഴും ഈ ചോദ്യം രമേശിനെ എന്ത് പറഞ്ഞു ഒഴിവാക്കും? എങ്ങനെയാണ് രമേശ് ഒരു സാധ്യത രമേശിനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ്. കേന്ദ്രത്തിൽ PSC ചെയർമാനാക്കിയ പിന്നെ വേറൊരു പോസ്റ്റ് ഇപ്പൊ വന്നല്ലോ അവിടെ, 1.1 പോസ്റ്റിലേക്ക് എവിടെയെങ്കിലും ഇനി കോൺഗ്രസ് അധികാരമില്ലാത്ത കോൺഗ്രസിലെ ഒരു അവിടെ പോയ MP-മാരൊക്കെ തിരിച്ചു വരാൻ നിൽക്കുക. അവിടെ ഒരു വില പോലും ഇല്ല ഇവർക്ക്. ഡൽഹിയിലൊന്നും കാൻ മാർക്കറ്റിലൊന്നും ഒരു MP-യെ തിരിച്ചറിയ പോലും ഇല്ല. പാർലമെന്റ് കയറിയാലേ നമ്മൾ കാണുള്ളൂ. സ്റ്റേറ്റ് മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുട്ടിട്ട് നടക്കാൻ വയ്യ. അപ്പൊ അത് കേരളത്തിലെ ആളുകൾക്ക് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. അപ്പം അജിത്തിന് കൂടുതൽ ഈ വ്യക്തിബന്ധങ്ങൾ ഉള്ളതും കൊണ്ട് ചോദിക്കാം. ഒരുപക്ഷെ പൊളിറ്റിക്കൽ എക്സ്പീഡിയൻസി നമ്മൾ പറയുമല്ലോ, അനിവാര്യതയാണ്. അനിവാര്യതയിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു റിയാലിറ്റി ആയിട്ട് അംഗീകരിക്കേണ്ടി വന്നാൽ രമേശ് മറ്റൊരു തരത്തിലുള്ള തീരുമാനത്തിൽ തയ്യാറായി. പാർട്ടി പിളർത്താനുള്ള ശേഷി ഇവർക്ക് പിളരാനല്ല, മറ്റൊരു നമ്മളിപ്പോ ഒരു റിയാലിറ്റി. ഗൗരി പറഞ്ഞ ഡിസ്റ്റിങ്ഷൻ വളരെ പ്രധാനമാണ്. എത്ര മെജോറിറ്റിക്ക് ജയിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു 75 സീറ്റില് 80 സീറ്റിലൊക്കെ ആണെങ്കിൽ becomes big problem. If it is 90 then 90 plus Ramesh has a problem. അല്ല, അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോഴും ഈ രമേശിനെ എന്ത് ചെയ്യും? സ്പീക്കറായിട്ട് അങ്ങനെ പോകത്തില്ല. അല്ലല്ല, രമേശ് ഐ തിങ്ക് അത് എടുക്കണോ വേണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ ചോയ്സാണ്. അതുകൊണ്ട് പറഞ്ഞ് എടുക്കില്ല. പക്ഷെ എൻ്റെ തോന്നൽ ഒരു പക്ഷേ പൊളിറ്റിക്കൽ റിയാലിറ്റി അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ട അത്ര മോശപ്പെട്ട ഒരു ഹോം മിനിസ്റ്റർ അല്ലായിരുന്നു കേട്ടോ രമേശ്. ഒരു ബഹളമില്ലായിരുന്നു. ഞാൻ മാകുട്ടി വ്യക്തിപരമായിട്ടും കൂടെ പറയാം. രമേശ് ഹോം മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് കേരളത്തിലെ ഒരു മാവോയിസ്റ്റ് പ്രവർത്തകനെ UAPA ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്തു. ചാർജ് ചെയ്യുന്നൊരു സ്റ്റേജിലേക്ക് പോവുകയാണ്. അറസ്റ്റ് ചെയ്ത് UAPA ആണെന്ന് പറയുന്നു. ഇപ്പം നമ്മുടെ എറണാകുളത്തെ ചില സുഹൃത്തുക്കളൊക്കെ കൂടെ ബന്ധപ്പെടും. ഞാനും നമ്മുടെ ഒരു മാധ്യമ